ഹലോ ഇൻഫിനിറ്റ് സീരീസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റേഷ്യോ ടെസ്റ്റ് പഠിച്ചു. ഇവിടെ പഠിക്കുന്നത് റൂട്ട് ടെസ്റ്റ്. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള രണ്ട് ടെസ്റ്റുകളാണ് റൂട്ട് ടെസ്റ്റും റേഷ്യോ ടെസ്റ്റും. ഒരു സീരീസിൻ്റെ അബ്സല്യൂട്ട് കൺവെർജൻസ് ഓർ ഡൈവർജൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എന്താണ് റൂട്ട് ടെസ്റ്റ് എന്ന് നോക്കാം. You have a series summation n equal to 1 to infinity an. Find nth root of absolute value of an and take limit as n tends to infinity. If this limit is less than 1, then the given series converges absolutely. If the limit is greater than 1 or if it is divergent, then the given series is divergent. If the limit is equal to 1, then as in the ratio test നമുക്ക് തന്നിരിക്കുന്ന സീരീസ് കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കൺക്ലൂഷനിലും എത്താൻ പറ്റില്ല. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് വേറെ ഏതെങ്കിലും ടെസ്റ്റ് ഉപയോഗിച്ച് ഇതിൻ്റെ കൺവെർജൻസോ ഡൈവർജൻസോ ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കൺക്ലൂഷൻസ് റേഷ്യോ ടെസ്റ്റിനും റൂട്ട് ടെസ്റ്റിനും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വ്യത്യാസം വരുന്നത് അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലിമിറ്റ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an പ്ലസ് 1 ബൈ an ആണ്. ഇവിടെ ലിമിറ്റ് ഓഫ് nth റൂട്ട് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രേ വ്യത്യാസമുള്ളൂ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഇഫ് ദ nth ടേം ഓഫ് ദ സീരീസ് ഈസ് ഓഫ് ദ ഫോം സംതിങ് ടു ദ പവർ n, പവറിൽ n വരുന്ന രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുക. അല്ലാത്ത ചില കേസുകളിലും പറ്റും. അപ്പോൾ എനിവേ ബാക്കിയുള്ള സമയത്ത് പറ്റില്ല എന്നല്ല പറയുന്നത്. പവറിൽ n ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റിനേക്കാൾ റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് പ്രോബ്ലം, ചെറിയൊരു ടൈപ്പിംഗ് എറർ ഉണ്ട്, നോട്ട് ചെയ്യുക. ഡിറ്റർമിൻ വെദർ ദ സീരീസ് സമ്മേഷൻ ഓവർ n -1 ടു ദ പവർ n - 1 2 raised to n plus 3 divided by n plus 1 to the power n is absolutely convergent, conditionally convergent or divergent. So ഇവിടെ nth ടേം an എന്ന് പറയുന്നത് -1 to the power n - 1 2 raised to n plus 3 divided by n plus 1 to the power n. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് n tends to infinity nth root of absolute value of an. That means limit n tends to infinity nth root of absolute value of -1 to the power n - 1 2 power n plus 3 divided by n plus 1 to the power n. Okay, ഇതിൽ absolute value എടുക്കുമ്പോൾ നമുക്ക് ഈ -1 to the power n - 1 എന്ന് പറയുന്നത് 1 ആയി മാറും. ആൻഡ് ബാക്കിയുള്ള 2 പവർ n പ്ലസ് 3യും താഴെയുള്ള n പ്ലസ് 1 ടു ദ പവർ എന്നും ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 ടു ദ പവർ n - 1 2 ടു ദ പവർ n പ്ലസ് 3 ബൈ n പ്ലസ് 1 ടു ദ പവർ n എന്ന് പറയുന്നത് 2 പവർ n പ്ലസ് 3 ബൈ n പ്ലസ് 1 ടു ദ പവർ n ആണ്. ആൻഡ് nth റൂട്ട് ഓഫ് എന്നുള്ളതിന് നമുക്ക് ഹോൾ റേസ് ടു 1 ബൈ n എന്ന് എഴുതാം. ദെൻ ഈ ഹോൾ റേസ് ടു 1 ബൈ n എന്നുള്ളത് നമ്മൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് ദിസ് ഇസ് ലിമിറ്റ് ഓഫ് 2 പവർ n പ്ലസ് 3 ഇൻറ്റു 1 ബൈ n 2 പവർ n പ്ലസ് 3 ഇൻറ്റു 1 ബൈ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ടു ദ പവർ n ഇൻറ്റു 1 ബൈ n. സോ മുകളിൽ നമുക്ക് 2 പവർ 1 പ്ലസ് 3 ബൈ n ആവും. താഴെ n പ്ലസ് 1 റേസ് ടു n ഇൻറ്റു 1 ബൈ n ഇസ് 1. സോ വി വിൽ ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2 പവർ 1 പ്ലസ് 3 ബൈ n ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്നുള്ള ഫോമിലാവും. ഇവിടെ n ഗോസ് ടു ഇൻഫിനിറ്റി ആണ്. ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി ദിസ് 3 ബൈ n വിൽ ഗോ ടു 0. So numerator will go to 2 and the denominator will go to infinity, so that limit of this is 0 and it is less than 1. So നമുക്ക് റൂട്ട് ടെസ്റ്റിൻ്റെ കൺക്ലൂഷൻ പ്രകാരം തന്നിരിക്കുന്ന സീരീസ്
absolutely convergent ആണ് എന്ന് പറയാൻ പറ്റും. Okay. So next problem. Determine whether the series summation n equal to 2 to infinity minus 1 to the power n log n to the power n is absolutely convergent, conditionally convergent or divergent. So ഇവിടെ നമ്മുടെ a എന്ന് പറയുന്നത് -1 to the power n by log n to the power n ആണ്. So limit n tends to infinity, nth root of absolute value of an is same as limit n tends to infinity, nth root of absolute value of -1 to the power n by log n to the power n. Okay, ഇതിൽ log n to the power n എന്ന് പറയുന്നത് ഇവിടെ n varies from 2 to infinity ആയതുകൊണ്ട് നമുക്കിത് greater than 0 ആയിട്ട് ഉണ്ട്. So we will get limit n tends to infinity -1 to the power n ന്റെ absolute value എടുക്കുമ്പോൾ 1, താഴെയുള്ളത് log n to the power n, nth root എന്നുള്ളതിന് പകരം the whole power 1 by n. So this is nothing but limit n tends to infinity 1 by log n. As n goes to infinity, log n goes to infinity. So നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ന്യൂമറേറ്റർ 1, ഡിനോമിനേറ്റർ ഗോസ് ടു ഇൻഫിനിറ്റി, therefore this will be 0 and this is less than 1. So again by root test we can conclude that the given series is absolutely convergent. Now next problem, determine whether the series summation n equal to 2 to infinity log n by n to the power n is absolutely convergent, conditionally convergent or divergent. So ഇവിടെ a എന്ന് പറയുന്നത് log n by n the whole power n ആണ്. Then limit n tends to infinity, nth root of absolute value of a n എന്ന് പറയുന്നത് limit n tends to infinity, nth root of absolute value of log n by n to the power n ആണ്. അതായത് ലിമിറ്റ് n tends to infinity, log n by n to the power n the whole power 1 by n. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് n greater than or equal to 2 ആയതുകൊണ്ടാണ്. or n greater than or equal to 2 means n greater than 1 ആയതുകൊണ്ട് നമുക്ക് log n പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് absolute value of log n by n നെ log n by n എന്ന് തന്നെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ പവർ എടുക്കുമ്പോൾ n ഇൻറ്റു 1 by n വിൽ ഗോ ടു 1. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി log n by n ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ആക്ച്വലി ദിസ് ഇസ് ഓഫ് ദ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. സോ യു അപ്ലൈ ലോപിറ്റൽസ് റൂൾ സോ ദാറ്റ് വി വിൽ ഗെറ്റ് ദ ലിമിറ്റ് ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു 0 and it is less than 1. Hence again by root test we can say that the given series is absolutely convergent. Now look at this problem. Here the series is summation n equal to 1 to infinity n by 2n plus 1 the whole power n. So an is n by 2n plus 1 the whole power n. Limit n tends to infinity, nth root of absolute value of an എന്ന് പറയുന്നത് limit n tends to infinity, nth root of absolute value of n by 2 power n the whole power n. ഇതിൽ n പോസിറ്റീവ് ആണ്, 2n plus 1 പോസിറ്റീവ് ആണ്, ബിക്കോസ് ദേ ആർ ഓൺ n നാച്ചുറൽ നമ്പർ ആണ്. ഇവരും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. നാച്ചുറൽ മീൻസ് 2n plus 1 എന്ന് പറയുന്നത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് അവിടെ വരിക. സോ എനിവേ ദീസ് ആർ ഓൾ പോസിറ്റീവ്. ടു ദ പവർ n എടുക്കുമ്പോഴും പോസിറ്റീവ് ആണ്. സോ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് n by 2n plus 1 ടു ദ പവർ n. nth റൂട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ the whole raised to 1 by n. So this n and 1 by n will get cancelled. So this is nothing but limit of n by 2n plus 1, and limit of n by 2n plus 1 is 1 by 2. It is less than 1. So വീണ്ടും നമുക്ക് റൂട്ട് ടെസ്റ്റ് പ്രകാരം തന്നിരിക്കുന്ന സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് പറയാം. Now in this problem the series is given as summation n equal to 1 to infinity minus 1 to the power n minus 1 n to the power 5 divided by e power n. Then
limit n tends to infinity, nth root of absolute value of an is limit n tends to infinity, nth root of absolute value of minus 1 to the power n minus 1 n power 5 divided by e power n. minus 1 to the power n minus 1 എന്നുള്ളത് absolute value എടുക്കുമ്പോൾ 1 ആയി പോകും. So what remains is limit n tends to infinity, n power 5 by e power n the whole power n. അതായത് limit n tends to infinity, n power 5 by n divided by e. ഓക്കെ, ഇനി ഇതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? n പവർ 5 ബൈ n എന്നുള്ളതിനെ n പവർ 1 ബൈ n ദ ഹോൾ പവർ 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഓഫ് n പവർ 1 ബൈ n എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ 1 പവർ 5 അതായത് 1 ആണ് ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റായിട്ട് വരിക. ഡിനോമിനേറ്ററിൽ നമുക്കുള്ളതൊരു കോൺസ്റ്റൻ്റ് ആണ് ഇ, അങ്ങനെ തന്നെ എഴുതുക. ആൻഡ് വി നോ ദാറ്റ് ദ വാല്യൂ ഓഫ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ 2. സോ ഈ 1 ബൈ ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ബൈ 2 ആയിരിക്കും, അതായത് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, സോ നമുക്ക് റൂട്ട് ടെസ്റ്റ് പ്രകാരം തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്ന് പറയാം. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പ്രോബ്ലവും അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്നാണ് കൺക്ലൂഷൻസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഈ പ്രോബ്ലം നോക്കുക. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ദ ഹോൾ പവർ n. ഇവിടെ an എന്ന് പറയുന്നത് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ദ ഹോൾ പവർ n ആണ്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, nth റൂട്ട് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് an എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, nth റൂട്ട് ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2n പ്ലസ് 1 ബൈ n ദ ഹോൾ പവർ n. ആൻഡ് ഇത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n ദ ഹോൾ പവർ n, ഹോൾ പവർ 1 ബൈ n. സോ ദിസ് n ആൻഡ് 1 ബൈ n വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ബാക്കിയുള്ളത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ്. ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് കിട്ടുക 2 ആണ്. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ഹിയർ ലിമിറ്റ് ഓഫ് nth root of absolute value of an is greater than 1. സോ റൂട്ട് ടെസ്റ്റിൻ്റെ കൺക്ലൂഷൻ പ്രകാരം തന്നിരിക്കുന്ന സീരീസ് ഡൈവർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പവറിൽ an എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ അതിൻ്റെ പവറിൽ n വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ റൂട്ട് ടെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കിനി കൂടുതൽ പ്രോബ്ലംസും പുതിയ ടെസ്റ്റുകൾ നമ്മളിവിടെ പഠിക്കുന്നില്ല. ഈ ടെസ്റ്റുകൾ തമ്മിലുള്ളൊരു കമ്പാരിസണൊക്കെ ആയിട്ട് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.